Okay, next is from section of solids. Here's a difference between the this problem we have discussed earlier. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ കോൺ ഈ സെക്ഷൻഡ് ബൈ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് സെക്ഷൻ ദ കോൺ ആൻഡ് അറ്റ് മിഡ് പോയിന്റ് ഓഫ് ദ ആക്സിസ് ആക്സിസിന്റെ മിഡ് പോയിന്റിൽ കൂടെ സെക്ഷൻ ചെയ്ത് പോകുന്നൊരു സെക്ഷൻ പ്ലെയിൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ബട്ട് ഹിയർ ദ സെക്ഷൻ പ്ലെയിൻ സെക്ഷൻ ദ സോളിഡ് 20 mm above the ബേസ്. അപ്പോൾ ബേസിൽ 20 mm മുകളിൽ കൂടെ മാറിയാണ് സെക്ഷൻ ചെയ്യുന്നത്. അതുപോലെ ഇൻക്ലിനേഷൻ 60 ഡിഗ്രിയാണ്. ഇൻക്ലിനേഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാകും. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആദ്യം സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ ആ കോണിന്റെ ആക്സിസിനെ സെക്ഷൻ ചെയ്ത് മിഡ് പോയിന്റിലൂടെ അല്ലെങ്കിൽ ആക്സിസിനെ ബൈസെക്ട് ചെയ്ത് സെക്ഷൻ ചെയ്ത സോളിഡ്സില് എങ്ങനെയായിരുന്നു വന്നത്? കോണിനെ നേരെ രണ്ടായിട്ട് ഭാഗിക്കുകയായിരുന്നു. അതിന്റെ ആക്സിസ് ഇങ്ങനെ സെക്ഷൻ ചെയ്ത് പോയപ്പോഴത്തേക്ക്. ഓക്കെ, ദെൻ ഈ സോളിഡില് ആക്സിസിൽ നിന്ന് അത് ബേസിൽ നിന്ന് 20 mm എബവ് മാറിയാണ് സെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലാണ് സെക്ഷൻ ചെയ്യുന്നത്. ഈ രണ്ട് സെക്ഷൻ പ്ലെയിനും വന്നിരിക്കുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് ഇൻക്ലിനേഷന്റെ ആണ്. അതിന് പ്രധാനമായ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പോർഷൻ സെക്ഷൻ ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ബേസ് കട്ടായിപ്പോയി. ഓക്കെ, ഇപ്പോ ഈ കോണിന് ബേസ് പകുതി കുറച്ചേ ഉള്ളൂ. ബാക്കി ഒരു പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു അതിന്റെ ബേസ് ആണ്. ആക്ച്വലി ആ ബേസ് റിമൂവ് ആയി പോയിട്ട് കോണിന്റെ ടോപ്പ് ഇനിയിപ്പോ ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ബേസ് കട്ടാകുന്ന പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാറുണ്ട്. അത് ചെയ്യുന്നതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ പോയിന്റ് സെലക്ട് ചെയ്യുന്നതിന് മാത്രം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ലാസ്റ്റ് ആകുമ്പോഴായിരിക്കും അത് ബേസ് കട്ടാകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അത് അതിന് രീതിയിൽ ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ദാറ്റ്സ് ഓൾ. ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം പ്രോബ്ലംസ് ഇനി യൂണിവേഴ്സിറ്റിക്ക് വന്നാൽ പോലും നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ ടൈം സേവ് ചെയ്യാനായിട്ട് ഓൾറെഡി 25 mm നമ്മൾ എടുത്തിട്ടുണ്ട്. 25 mm സെന്റർ എടുത്ത് ഞാൻ സർക്കിൾ വരക്കുന്നു. ഓക്കെ, ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ വരക്കാം. ഫ്രണ്ട് വ്യൂ വരക്കുന്നതിന് മുമ്പായിട്ട് സോളിഡിനെ ഓൾറെഡി ഒരു 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് പിന്നീട് എളുപ്പമുണ്ടാവും. ഇതെല്ലാം തിൻ ലൈൻസ് ആണ് വരേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രം തിക്ക് ലൈൻസ് ഇടുന്നതാണ്. 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, തിൻ ലൈൻസ് കൊണ്ട് 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അനോട്ടേഷൻ നമുക്ക് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് പോവാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി ആൻഡ് എച്ച് ആർ ദ 8 equal parts of a cone. Then we can draw the front view. Project all lines. ഇത് 60 mm ഓൾറെഡി ഞാൻ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതെല്ലാം ആദ്യം തിൻ ലൈൻസ് വരച്ചാൽ മതി. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ പലപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് തിക്ക് ലൈൻസ് ഫുള്ള് വരക്കും. നമുക്ക് സെക്ഷൻ ചെയ്തതിന് ശേഷം ഏതാണോ നമുക്ക് റിമൈനിങ് പോർഷൻ ആയിട്ട് നിൽക്കുന്നത് അത് മാത്രം തിക്കായിട്ട് വരക്കാവും. ഓക്കെ, അപ്പൊ 20 mm എബവ് ഉള്ള പോയിന്റ് ആദ്യം മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്ന് ഇൻക്ലിനേഷൻ 60 mm ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന പോയിന്റ് ഞാൻ എടുക്കുന്നു. ഇതാണ് വരുന്നത്. ഓക്കെ, ദെൻ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന സെക്ഷൻ പ്ലെയിൻ ഞാൻ വരക്കുന്നു.
ഇത് കുറച്ചുകൂടി താഴത്തേക്ക് വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പലരും ഇതിന്റെ തൊട്ട് മുകളിൽ വെച്ച് തന്നെ ചെയ്യുന്നത് കണ്ടു. അതിന്റെ ആവശ്യമില്ല. നമുക്ക് അതിനുശേഷം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് സോളിഡ് കഴിഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും നമുക്ക് ഇത് ചെയ്താൽ മതി. കാരണം ആ സോളിഡിന്റെ മുകളിൽ ചെയ്യേണ്ട കാര്യം ഇത് എന്താണ്, വെർട്ടിക്കൽ ട്രേസ് ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ ആണ്. സോ നമുക്ക് ഇവിടെ രണ്ടിടത്തും ഇത് വരച്ചതിന് ശേഷം ഏത് ആംഗിളിൽ നിന്നാണോ നമ്മൾ ട്രൂ ഷേപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ആരോ ഹെഡ് കൊടുത്തിട്ട് വെർട്ടിക്കൽ ട്രേസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, വെർട്ടിക്കൽ സെക്ഷൻ. ഇത്രയും വരെ നമുക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഇനിയാണ് പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് സെക്ഷനിൽ പോയിന്റ് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഫ്രണ്ടിലൂടെ പേര് കൊടുക്കുന്നു എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ് ഇൻ ബ്രാക്കറ്റ്, ജി ഡാഷ് ഇൻ ബ്രാക്കറ്റ് ആൻഡ് എച്ച് ഡാഷ് ഇൻ ബ്രാക്കറ്റ്. ഇപ്പൊ സപ്പോസ് ആരെങ്കിലും ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിന്റെ അല്ല മറ്റെവിടുന്നെങ്കിലും ഓക്കെ, സോളിഡ്സില് വാല്യൂ നോക്കി കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ജി ഡാഷ് അല്ലെങ്കിൽ ഈ പോയിന്റ്സ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി സെക്ഷണൽ പോയിന്റ്സ് പേര് കൊടുക്കാം. ഫസ്റ്റ് സെക്ഷണൽ പോയിന്റ് ഇവിടെയാണ് സെക്ഷൻ ചെയ്തിരിക്കുന്നത്. ബേസിൽ നിന്ന് ഞാൻ പേര് കൊടുത്ത് തുടങ്ങുന്നു. ഓക്കെ, ഇതിനു മുമ്പത്തെ പ്രോബ്ലത്തിൽ ഇങ്ങനെയായിരുന്നു സെക്ഷൻ ചെയ്തിരുന്നത്. ഇവിടെ നമുക്കറിയാം ഇത് സെക്ഷൻ പാസ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഈ ബേസ് ആണ്. ഇവിടെ നിന്നാണ് ഞാൻ സെക്ഷൻ ചെയ്ത് പോകുന്നത്. അപ്പൊ ഞാൻ അതിന് പേര് കൊടുക്കുന്നു 1 ഡാഷ്. ദെൻ അടുത്ത സെക്ഷൻ പോയിന്റ് ഇവിടെയാണ് 2 ഡാഷ്, ദെൻ 3 ഡാഷ്, 4 ഡാഷ്. ഓക്കെ, ദെൻ ഇവിടെ വീണ്ടും 5 ഡാഷ് ബ്രാക്കറ്റിൽ ഏതാ എഫ് ഡാഷ് ക്യൂ ഡാഷിനെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്. ദെൻ 6 ഡാഷ് ആൻഡ് 7 ഡാഷ്. ഇവിടെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നാൽ പോലും നമുക്ക് 8 സെക്ഷണൽ പോയിന്റ്സ് വന്നിട്ടില്ല. കാരണം നമ്മൾ എ ഇന്റർസെക്ട് ചെയ്തിട്ടില്ല, ബി എ ഇന്റർസെക്ട് ചെയ്തിട്ടില്ല, എച്ചിനെ ഇന്റർസെക്ട് ചെയ്തിട്ടില്ല. പകരം 2 ബേസിനെയാണ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ബേസ് ഏതൊക്കെയാണ്? ബി ടു സി പോകുന്ന ബേസ്, ബി ടു സി എന്ന് പറഞ്ഞ ബേസിൽ ഒരു ഭാഗത്ത് വെച്ച് സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ബ്രാക്കറ്റിൽ പോയിരിക്കുന്ന H2G എന്ന് പറഞ്ഞ ടോപ്പ് വ്യൂല് ഇതിനിടക്ക് വെച്ചിട്ടും ഇന്റർസെക്ട് ചെയ്തിട്ട് ഈ 2 പോയിന്റും. ഓക്കെ, ബാക്കി പോയിന്റ്സ് എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലാൻഡ് എഡ്ജുകളിലാണ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. സെക്ഷൻ പ്ലെയിൻ ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ സോളിഡിന്റെ ബേസ് കട്ടായി പോയി. ആ ബേസ് കട്ടായി പോയത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ പേര് ബേസിന് കൊടുത്തു. B2H എന്ന് പറയുന്ന സെക്ഷനാണ്, ബേസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് സ്ലാൻഡ് എഡ്ജിനെ കട്ട് ചെയ്യുക. അത് നമുക്കറിയാം. 3, 4, 5, 6, 7 വീണ്ടും കട്ട് ചെയ്തിരിക്കുന്നത് ബേസിനെയാണ്. അപ്പൊ ആ 2 പോയിന്റും 1നും 7നും മാത്രമേ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അതെന്താണെന്നുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ 1ഉം 7ഉം നമ്മൾ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കിയിട്ട് വേണം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ എന്താണ് തെറ്റ് വരാറുള്ളത് എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ ഐ വിൽ ഷോ യു ഹൗ ദീസ് പോയിന്റ്സ് ആർ ടു ബി പ്രൊജക്റ്റഡ് ടു ദ ടോപ്പ് വ്യൂ. The 1 dash is in between B dash and C dash. Okay, that is in top view in between B and C. So 1 is here. Clear? Then okay, 2 is section the point C dash to Q dash. C dash to Q dash is here. We cannot project this point directly to the top view. So in order to find out the actual point, we need to project the point first to the right or left to a slant edge which is giving the true length തരുന്ന സ്ലാൻഡ് എഡ്ജിലേക്ക് അത് പ്രൊജക്ട് ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് അതിന്റെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, ആ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഇതിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ ആർക്ക് വരക്കുന്നു. അത് മുകളിലേക്കും അറ്റ് ദ സെയിം ടൈം തന്നെ ഞാൻ ചെയ്തു വെക്കുന്നു. ബിക്കോസ് നമുക്ക് 2 പോയിന്റ്സ് ഓൾറെഡി എന്തായാലും കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഐ യൂസിങ് എ പെൻ ടു ഐഡന്റിഫൈ ഓൾ ദീസ് പോയിന്റ്സ്. ഫസ്റ്റ് ഈസ് 1, ഓക്കെ, ദെൻ 2, ഓക്കെ, ദെൻ 3. All these points should be projected vertically. XY line perpendicular ആയിട്ട് വേണം പ്രൊജക്ട് ചെയ്യാൻ. 3, then 4,
5, 6, 7 should be in base. ഓക്കെ, അപ്പോൾ 1ഉം 7ഉം ആണ് ആകെ ഡിഫറൻസ് ഉള്ള രണ്ട് പോയിന്റ്സ്. അത് രണ്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 and 7 is the base points. Okay, then we can connect all these points 1 to 2. It is freehand sketching. 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 6, 6 to 7. ഒറ്റ സ്കെച്ചിൽ വരക്കുക. Don't try to draw like this 6 to 7. Then take the pencil and then connect. It's not right. You should draw the pencil in a stretch so it will be a smooth curve. Okay, then we should join 1 to 7 using a thick line. Okay, because these points are removed. സോളിഡിന്റെ ഈ പോർഷൻ റിമൂവ് ചെയ്ത് ഇനി ടോപ്പ് വ്യൂ അതില്ല. അപ്പോൾ ഇവിടുന്ന് ഈ പോർഷൻ ആയിരിക്കും ഇനി തിക്ക് ആയിട്ട് വരുള്ളൂ. ഓക്കെ, only these points are to be thick. Sorry. Okay, then we need to draw the true shape. In order to find out the true shape, I am using a line which is perpendicular to the section plane, because most of the students ഇവിടെ തെറ്റിക്കാറുണ്ട്. സി, ഈ ലൈൻ ഒരെണ്ണം ഞാൻ റഫറൻസിന് വേണ്ടി പെർപെൻഡിക്കുലർ വരച്ചു. ഇനി ആ ലൈന് പാരലായിട്ട് വരച്ചാൽ മതി ബാക്കി ലൈൻസ്. അപ്പോൾ ഇതെല്ലാം പെർപെൻഡിക്കുലർ ആയിക്കോളും. ഫസ്റ്റ് ലൈൻ ഒരെണ്ണം വരക്കുന്നത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ റെഫറൻസ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാ ലൈൻസും ചെരിഞ്ഞു പോകാനുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒരു ലൈൻ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുക. ദെൻ യൂസിങ് റോളർ പെൻസിൽ ഓർ സെറ്റ് സ്ക്വയർ വി ക്യാൻ ഡ്രോ ദ. ഓക്കെ, then we need to find out the sectional points. Actually this point actually intersecting the actual solid, that is the cone. So here I have shown different methods to remove the sectional points or the true shape from the solid. അതായത് ഈ സോളിഡിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രൂ ഷേപ്പ് വരുവാണെങ്കിൽ അതെങ്ങനെ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വരക്കാം എന്നുള്ളതിന് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. Here I am using an offset line or a auxiliary plane. ഇതിനെ auxiliary plane എന്നാണ് വിളിക്കുന്നത്. x1 y1 സെക്ഷണൽ പ്ലെയിന് പാരലായിട്ട് ഞാൻ ഇങ്ങോട്ടൊരു പ്ലെയിൻ മാറ്റി വരച്ചു. എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇഫ് ദ സോളിഡ് ഈസ് ബിലോ ടോപ്പ് വ്യൂ ഈസ് ബിലോ ദ എക്സ് വൈ ലൈൻ, ഇത് ഈ ഗ്യാപ്പ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യില്ല. എനിക്ക് ആ ഗ്യാപ്പ് കുറഞ്ഞു പോയതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ ഒരു ഓക്സിലറി പ്ലെയിൻ വരച്ചുകൊണ്ട് മാറ്റി വരക്കും. ചില ടെക്സ്റ്റുകളിൽ എല്ലാ പ്രോബ്ലവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, ഇവിടെ ഞാനത് പറയുന്നു. എന്ത് ചെയ്തു, സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചുകൊണ്ട് ഒരു സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഒരു ഓക്സിലറി പ്ലെയിൻ വരച്ചു. x1 y1 എന്ന പേര് കൊടുത്തു. ദെൻ എക്സ് വൈയിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാനത് ഇവിടെ കുത്തി വരക്കുന്നതിന് പകരം ഈ പ്ലെയിനെ കുത്തി വരക്കുന്നു. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, ദെൻ എക്സ് വൈയിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഞാൻ ഇവിടുന്ന് 2ലേക്ക് പോകുമ്പോൾ ഓക്സിലറി പ്ലെയിൻ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് അവിടെ കുത്തി വരക്കുന്നു. ദെൻ 3, ഇവിടുന്ന് 3യിൽ നിന്ന് ഈ പോയിന്റ് കുത്തിയാണ് ഞാൻ വരക്കുന്നത്. I will repeat. It's not necessary to draw all the time the auxiliary plane. If it's required, you should draw. ഞാൻ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് നാളെ ഒരു അവസരത്തിൽ സംടൈംസ് ഇത് ഓവർലാപ്പ് ചെയ്ത് വരും സോളിഡ്. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. സോ അത്തരം കേസുകൾ നിങ്ങൾക്ക് ഇത് ആവശ്യം വരും, ഓക്സിലറി പ്ലെയിൻ എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എല്ലാ പോയിന്റ്സും പ്രൊജക്റ്റ് ചെയ്യുന്നു. എൻ്റെ ഇപ്പോൾ 7 എന്ന് പറഞ്ഞ പോയിന്റ് ആവശ്യത്തിന് മാറിയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന് കൂടെ നോക്കാം. എനിക്ക് ആക്ച്വലി ഈ ലാൻഡ്സ്കേപ്പിൽ വെച്ചിട്ട് ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നിരിക്കുന്നത്. എനിക്ക് അവിടെ പ്രൊജക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, പക്ഷെ താഴത്തേക്ക് പ്ലേസ് ഇല്ലാണ്ട് പോയി.
സോ ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്തു. ദെൻ നമുക്ക് നെയിം ചെയ്യാം. 1 2 3 4 5 6 and 7. We should join these lines by extending the line. Okay, then we can join the lines. Okay, join 1 to 3 also. Here the section true shape is drawn, and we should draw the hatch line. Hatch line should be using 2H pencil കൊണ്ടായിരിക്കണം അത് വരക്കേണ്ടത്, and it should be a distance of 2 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഈ പോയിന്റുകൾ തമ്മിൽ ഒരു 2 mm ഗ്യാപ്പിൽ വേണം ഹാച്ച് ലൈൻ വരക്കാനുള്ളത്. അത് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വേണം വരക്കാനായിട്ട്. XY ലൈനുമായിട്ട് എല്ലാ ടൈമിലും 45 ഡിഗ്രി ഇൻക്ലിനേഷൻ അല്ല, ആ ട്രൂ ഷേപ്പിന്റെ മിഡ് പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ടാവും, അതിന് ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷൻ. ഇപ്പൊ സപ്പോസ് സംടൈംസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കണ്ടിരുന്നു ഒരാൾ വരച്ച ട്രൂ ഷേപ്പ്, അതായത് സെക്ഷൻ പ്ലെയിൻ ഓൾറെഡി 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ വരച്ചിരിക്കുന്നത് അതിന് ഇൻക്ലിനേഷനിലല്ല വരക്കണ്ടേ. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ XY ലൈനുമായിട്ടല്ല എപ്പോഴും മേക്ക് ചെയ്യണ്ടേ. നമ്മൾ ആ വരക്കുന്ന ലൈനുമായിട്ട് ഓൾമോസ്റ്റ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വേണം വരക്കാനായിട്ട്, ആ പ്ലെയിനുമായിട്ട്. ഓക്കെ, ക്ലിയർ. ദെൻ ഹിയർ ഓൾസോ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഹാച്ച് ചെയ്യണം. ഇത് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ്, സോ വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. Hatching line should be using 2H pencil or thin lines. Okay. Now this is a true shape of the section and sectional top view. Then sectional front view, and we should draw the inclination of the plane and project the points, that is this 20 mm above the axis, and this is the height of the solid. Okay, 20 mm കാണിക്കുക, and should be height 60 mm. We are using aligned dimensioning system. 20. And all the arrowheads are in 3:1 ratio. Okay, dimensions or the diameter of the solid is to be given. Okay, thanks. Okay, then വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.